സ്റ്റാർ മാജിക് ഇപ്പം അവസാനിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പം സ്റ്റോപ്പ് ചെയ്തതിൽ ഒരുപാട് പേര് വിഷമമുണ്ട്. ഇപ്പം ഈ 3 വർഷമുള്ളൊരു ജേർണി ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു? സ്റ്റാർ മാജിക്കിലെ ജേർണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ രണ്ടാമത്തെ ഒരു ഭാഗ്യമാണ്. ഭാഗ്യവും സ്റ്റാർ മാജിക്. കാരണം വിജയ് സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ കുറേ നാൾ അങ്ങനെ ആ ഒരു ഫേമിലി. ആ സമയത്ത് യൂത്ത് മാത്രമേ എന്നെ അറിയുള്ളായിരുന്നു. ഞാൻ ശരിക്കും ഒരു മിമിക്രിക്കാരനല്ല. ഞാൻ ആ സ്റ്റാർ മാജിക്കിന് പറ്റിയ മെറ്റീരിയലല്ലായിരുന്നു ഞാൻ. ബാക്കി എല്ലാവരും മിമിക്രി എന്ന് പറഞ്ഞ ആൾക്കാരും ഇതൊക്കെയായിരുന്നു. ഞാൻ ഒറ്റ എപ്പിസോഡിനാണ് ആദ്യം പോയത്. അത് നമ്മൾ വിജയ് സാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചെന്നുള്ള രീതിയിലാണ് എന്നെ ഒരു ദിവസത്തേക്ക് വിളിച്ചത്. ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു ഉണ്ടാക്കി പാട്ടുകളൊക്കെ പാടുന്ന ഒരാളായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് ഉണ്ടാക്കി പാട്ടുകളൊക്കെ പാടി. അപ്പോൾ അവർക്ക് പറ്റിയൊരു മെറ്റീരിയലാണെന്ന് അവർക്ക് മനസ്സിലായും. പിന്നെ കുറേ നാൾ ഈ ഒരു 3.5 വർഷക്കാലം എന്നെ അവിടെ പിടിച്ചിരുത്തുകയും ചെയ്തു. ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓഡിയൻസ് എല്ലാം ചെറിയ കുട്ടികളും പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങി അവിടെ ചെന്നാൽ. എനിക്ക് തോന്നുന്നു 3.5 വർഷം കൊണ്ട് ഒരു ഫാമിലിയായിരുന്നു. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫാമിലിയാണ്. ഞങ്ങൾ അറിയാമല്ലോ അവരുടെ ആർട്ടിസ്റ്റുകളൊക്കെ. എന്നെ ഏറ്റവും കൂടുതൽ അവിടെ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനൂപ് സാറ് ഡയറക്ടർ. പുള്ളിയുടെ ഒരു ഇതിലാണ് എന്നെ മോഡൽ ചെയ്ത് നിർത്തുകയാണ് അവർ. ഞാനൊരു സാധാരണക്കാരനെ എനിക്ക് അവിടെ പോയാലും എനിക്കിപ്പോൾ സ്റ്റേജ് പെർഫോം ചെയ്യാൻ ഒരാളാക്കി മാറ്റി തന്നെ. എന്നൊരു പെർഫോമറായിട്ട് മാറ്റിയത് അവിടുത്തെ അനൂപ് ജോൺ എന്ന് പറഞ്ഞ ഡയറക്ടർ, അവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരുപാട് ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ സപ്പോർട്ടിങ് ആയിട്ട് സംസാരിക്കുമ്പോഴും അങ്ങനെയല്ല കൂടുതൽ നമുക്ക് എനർജി ഉണ്ടാകുന്നത്. പിന്നെ അങ്ങനെ ഈ സ്റ്റാർ മാജിക്കിലെ ആർട്ടിസ്റ്റുകൾ ബിനോടിമാലി, ഉല്ലാസ് പന്തളം, നെൽസണ്ണൻ, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ, നോബിച്ചേട്ടൻ, ഒരുപാട് പേര് നമ്മൾ ചേർത്ത് നിർത്തി. അസീസ്ക്കൊക്കെ അതിന് ഉദാഹരണം. അസീസ്ക്കേനെ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ പാട്ടുകൾ എൻ്റെ കൂടെ പാടിയിരിക്കണം. അതല്ല നമ്മുടെ ഐശ്വര്യ ആണെങ്കിലും ഡയാനയാണെങ്കിലും നമ്മുടെ ശ്രീവിദ്യയൊക്കെ ആണെങ്കിലും എൻ്റെ പാട്ടിന് കോറസുകളൊക്കെ പാടി. അങ്ങനെ ശരിക്കും ഞങ്ങളൊരു എൻ്റെ വീട്ടിനെക്കാട്ട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവരായിട്ട്. 7 വർഷമായി ആ ഷോ തുടങ്ങിയിട്ട്. എനിക്കൊന്ന് ഇന്ത്യയിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു ഗെയിം ഷോ 7 വർഷമൊക്കെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാന എപ്പിസോഡ് വരെയും ഭയങ്കര വൈബായിരുന്നു. എന്തെങ്കിലും ഒരു കാലത്ത് നിർത്തണമല്ലോ. അത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന പോലെ നന്നായിരിക്കുന്ന സമയത്ത് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത്. ശരിക്കും സ്റ്റോപ്പ് ചെയ്തത് എന്നെ സംബന്ധിച്ചും ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചും ഭയങ്കര വിഷമമാണ്. കാരണം ഒരു ഫാമിലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ സ്റ്റാർ മാജിക്കിൽ ആരായിട്ട് അമ്മ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത്? ലക്ഷ്മി ആയിട്ടാണ് കൂടുതൽ. വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഞങ്ങൾ സംസാരിച്ച് നല്ല കൂട്ടുകാരിയെ പോലെയായി. നല്ലൊരു സ്നേഹമുള്ളൊരു പെണ്ണാണ്. അതാണ് അവിടെ നിയന്ത്രിച്ച് പോകാനല്ല, ആരെയും മുഷിപ്പിക്കല്ല സംസാരത്തിലൂടെ. നല്ലൊരു രീതിയുള്ള പെണ്ണ്. എന്നെ ശരിക്കും ഒരു 3.5 വർഷമായിട്ടേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിനിമകളല്ല എന്നോട് ചോദിക്കുന്നത്. സ്റ്റാർ മാജിക് കാണാറുണ്ടെന്നാണ് പറയുന്നത്. സ്റ്റാർ മാജിക്കിലെ ടീമല്ലേ, ചെറിയ കുട്ടികളാണെങ്കിൽ എൻ്റെ പാട്ടുകൾ പാടും. അതറിയാം, കുട്ടികൾ വലിയ അമ്മമാരൊക്കെ പാട്ടുകൾ എൻ്റെ പാടും. അപ്പോൾ അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ ഒരാൾ പോലെയാണ് അവരൊക്കെ കരുതി. ഇപ്പോഴും സ്റ്റാർ മാജിക് നിർത്തിയെന്നൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും മെസ്സേജുകളും കോളുകളാണ്. ഇത്രയും ഫാൻസുള്ള, എനിക്കൊന്നും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച ആ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 200 കോടി ബഡ്ജറ്റിൽ ഓടി. ഞാൻ ഹീറോ ആണെങ്കിലും എനിക്ക് അത്ര അത്ര ആൾക്കാരെ എന്നെ അറിയില്ലായിരുന്നു. എന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല നാളുകളാണ് കടന്നുപോയത്. ഞാൻ ഇപ്പോൾ ഒരു 7-8 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ തിരക്കായിരുന്നു. നമ്മൾ തിരക്കാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ ലൈഫിൽ തിരക്കുള്ള ആ കാലഘട്ടമായിരുന്നു. ഇപ്പം ഇന്ന് വരെ അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ള ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല. ഞാൻ 10ാം ക്ലാസ് തോറ്റിട്ട് കൂലിപ്പണിക്ക് പോയതും, ആ കൂലിപ്പണി ഇരിക്കുമ്പോൾ ടൈലിൻ്റെ പണിക്ക് പോയിട്ട് ഒരുപാട് സ്ഥലത്ത് ടൈല് വിരിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. ഇപ്പം നമ്മളൊരു സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഈ സ്റ്റാർ ഹോട്ടലിൽ നേരത്തെ ടൈല് വിരിച്ചിട്ടുണ്ടാവും. നമ്മൾ ടൈല് വിരിക്കുമ്പോൾ ഓർക്കില്ല. പിന്നീട് നമ്മളൊരിക്കലും സെലിബ്രിറ്റി ആവുന്ന വിചാരിച്ചിട്ടല്ല ടൈല് വിരിക്കുന്നത്. ഞാൻ ശരിക്കും വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ കുറേ ഹോട്ടൽസ്, 5 സ്റ്റാർ ഹോട്ടൽസൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ടൈൽസ് ഇട്ട ഹോട്ടലിൽ ഞാൻ തന്നെ വിരിച്ചിട്ട് ടൈൽസിൽ ലേ ചെയ്യുന്ന പറയണം. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ ഇറന്ന് ഉറങ്ങും. അപ്പോൾ കട്ടിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഴുക്കുപിടിച്ച സ്ഥലമായിക്കോളും. ഞങ്ങൾ ഹെൽപ്പർമാരും പണിക്കാരെല്ലാം കിടന്ന് ഉറങ്ങും. ചില 5 സ്റ്റാർ ഹോട്ടലിൽ എനിക്കൊന്ന് 2-3 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ടൈൽസ് വിരിച്ച ഹോട്ടലിൽ പോയി ഞാൻ ഗസ്റ്റായിട്ട് പോകുമ്പോൾ അവർ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ഞാൻ ടൈൽസ് വിരിച്ച ഹോട്ടലായിരുന്നു.
അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇടുന്ന എനിക്ക് 103 റൂം മതി എന്നൊക്കെ പറയും. 103 റൂം വിരിച്ചത് ഞാനായിരിക്കും. അപ്പൊ അതെന്നുണ്ടെങ്കിൽ ഈ അതിന്റെ ടൈൽസ് ഒട്ടിച്ചപ്പോ അതിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ഗ്രെയിൻസ് ഒക്കെ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ കുളിക്കാൻ നേരത്ത് നോക്കി ചിരിക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിലേ ഈ ഒരു കാര്യം കണക്ട് ചെയ്ത് പറയണമെങ്കിൽ ചിലപ്പോൾ എനിക്കേ പറ്റുള്ളൂ. ഞാനത് അഹങ്കാരത്തോട് പറയണല്ല. കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ കോളേജിലും ഗസ്റ്റായിട്ട് പോയത് ഞാനാണ്. 420ഓളം കോളേജിൽ പോയിട്ടുണ്ട്. ചില കോളേജിൽ ഞാൻ എൻ്റെ കൂട്ടുകാർ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ടൈൽസ് ഇടാൻ പോയിട്ടുണ്ട്. 3 കോളേജിൽ ടൈൽസ് ഇട്ട കോളേജിൽ ഗസ്റ്റായിട്ട് പോയി. അത് ആവർത്തന വിശ്വസതയാണ്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അപ്പൊ ഞാനെന്നൊരു വ്യക്തി ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് പറയാനുണ്ട്. അതായത് അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാർ കലാകാരന്മാരുണ്ട്. എന്നെ കാണുമ്പോൾ പറയുന്നത് ചേട്ടനാണ് എനിക്ക് പ്രചോദനം. ചേട്ടൻ അറിയപ്പെട്ടു, മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനമാണ് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരും എന്നെപ്പോലെ അറിയപ്പെടുന്നു. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചേട്ടനെ പോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ ഞങ്ങളും അറിയപ്പെടും. ചേട്ടനാണ് ഞങ്ങളുടെ മാതൃക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മാതൃകയാകാനൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നണേ ഒരുപാട് വ്യക്തികൾ ഈ ഫീൽഡിലുണ്ട്. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ കലാകാരന്മാർ എനിക്കൊന്ന് ലക്ഷക്കണക്കിന് കലാകാരന്മാരുണ്ട്. അവരൊന്നും തിരിച്ചറിയില്ല ജനങ്ങൾ. ചിലപ്പോൾ റോഡിലൂടെ നമ്മിങ്ങനെ നടക്കണേക്കുള്ളൂ. ടീം പോകണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ കലാകാരൻ എന്നുള്ള ഒരു ഊർജം കിട്ടുന്നത്. വേൾഡിൽ എവിടെ നടന്നു പോയാലും ടീം പോകണമെന്ന് ആൾക്കാർ പറയും. അത് സിനിമയിൽ നിന്ന് കിട്ടിയ സംഭവമില്ല. എനിക്ക് ഈ സ്റ്റാർ മാജിക്കും സോഷ്യൽ മീഡിയയും തന്ന ഒരു ധൈര്യം, ഒരു ഇതുമാണ്, ഒരു ബ്രാൻഡാണ് ടീം പോകണമെന്ന് പറയുന്നത്. ചിലപ്പോൾ 5ഓ 6ഓ സിനിമകളിൽ നായകനും നായികയായിട്ട് അഭിനയിച്ച ആൾക്കാർ ചിലപ്പോൾ റോട്ടിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സദസ്സിലോ ചെല്ലുമ്പോൾ അറിയപ്പെടണമെന്നില്ല. അറിയപ്പെടില്ലെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാര സംഭവമില്ല. കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടൂല അറിയപ്പെടല്. കോടികൾ വില ചിലപ്പോൾ കേരളത്തിന്റെ പകുതി മേടിക്കാനുള്ള കാശൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ. ഈ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് പറ്റും. അറിയപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടികൾ മുടക്കി നമുക്ക് അറിയപ്പെടാൻ പറ്റൂല. എന്തോ ഒരു ഭാഗ്യം എൻ്റെ ലൈഫിൽ കഴിഞ്ഞുപോയ നാളുകളെല്ലാം ഓർക്കുമ്പോൾ നല്ലതാണ്. അതിൻ്റെ അപ്പുറത്തെ നാൾ നോക്കുകയാണെങ്കിൽ ഇതിന് മോശമായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഇനിയും കുറേ ലക്ഷ്യങ്ങളുണ്ട്. അമ്മച്ചിനെ നിർത്തിക്കൊണ്ട് പറഞ്ഞു. അമ്മച്ചിനെ എനിക്ക് പറയാനുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് അമ്മച്ചിനെ കൊണ്ട് പറയിപ്പിക്കുക. ഞാൻ സ്റ്റാർ മാജിക്കിൽ ആയതുകൊണ്ടാണ് സിനിമകളിൽ ഇപ്പൊ അഭിനയിക്കാൻ. ആദ്യം ചോദിക്കാൻ ഇപ്പൊ ഒരു സമയത്ത് വില്ലനായിട്ടാണെങ്കിലും സിനിമയിൽ സജീവമായിരുന്നു. പക്ഷെ ഇപ്പം സിനിമകൾ ചെയ്യുന്നില്ല. അത് ഇപ്പൊ സിനിമ വേണ്ടാന്ന് തീരുമാനിക്കാണോ അത് അവസരങ്ങൾ കുറയാണോ? അവസരങ്ങൾ കുറഞ്ഞിട്ടല്ല, ശരിക്കും സിനിമ അന്ന് എനിക്ക് സിനിമ ഉണ്ടെങ്കിലാണ് ലൈഫ് ഉണ്ടായത്. സ്റ്റാർ മാജിക് കിട്ടിയപ്പോൾ എനിക്ക് റിയൽ ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടാൻ തുടങ്ങി. ഉദ്ഘാടനങ്ങൾ, പിന്നെ വിദേശ പരിപാടികളൊക്കെ സ്റ്റാർ മാജിക് വന്നതിന് ശേഷം എനിക്ക് 8ഓളം രാജ്യങ്ങളിൽ ഞാൻ പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിസംബർ മാസമാണ്. ഫെബ്രുവരി വരെയുള്ള പ്രോഗ്രാമുകൾ ഡിസംബറിൽ നമ്മൾ ബുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 7-8 വർഷമായിട്ട് ഇങ്ങനെ ഷെഡ്യൂളായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ആൾക്കാർ, ഞങ്ങളൊരു ജോലിയായിട്ടാണ് ഇത് കാണുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 2 മാസത്തെ വരെ ഞങ്ങളിങ്ങനെ ബുക്കിംഗ് എടുക്കും, ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ സിനിമേൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പൈസ വേണമായിരുന്നു എൻ്റെ കയ്യിൽ. എനിക്കില്ലാത്തത് പൈസയായിരുന്നു. വീട് വെക്കാൻ പൈസ വേണം. ഇപ്പോൾ വീട് വെക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ കാറും കാര്യങ്ങളൊക്കെ മേടിച്ച് സിനിമ ഇവിടെ കിട്ടണമെങ്കിൽ നല്ലൊരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അറിയാം ജനങ്ങൾക്ക് മുഴുവനും ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു നല്ലൊരു വേഷം ചെയ്തിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമക്ക് വേണ്ട ഒരാളാണ് ഞാൻ. ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സിനിമാ നടനാണെങ്കിൽ ഇപ്പോഴും ആയിട്ടില്ല. അത് ഏതെങ്കിലും ഒരു റോള് എനിക്ക് കിട്ടിയാൽ അത് എനിക്ക് സിനിമയിൽ നിന്ന് മാറാത്ത അല്ലെങ്കിൽ എന്നെ വീണ്ടും വീണ്ടും വിളിക്കാൻ പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ആരും എന്നെ വിളിക്കൂല കേട്ടാ. നമുക്ക് പറഞ്ഞ പോലെ അങ്ങോട്ട് ചോദിച്ചാലാണ് ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരു ആക്ടറായിട്ടില്ല ഞാൻ ശരിക്കും അങ്ങോട്ട് അന്വേഷിക്കാറില്ല. അതെൻ്റെ അഹങ്കാരമാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ബിസി കാരണമാണ്. അതുകൊണ്ട് ഒരുപാട് കണക്ഷൻസ് പോയി. ഇപ്പം സിനിമ ബാഡ് ബോയ്സ് ആണ് അവസാനം ചെയ്ത പടം ഞാൻ. പിന്നീടും എനിക്ക് വേണമെങ്കിൽ അവസരം ചോദിച്ചായിരുന്നു ഞാൻ എനിക്ക് കിട്ടുമായിരുന്നു. എൻ്റെ ലൈഫിൽ ബിസി ആയതും പിന്നെ സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്ക് പൈസ കിട്ടൽ ഭയങ്കര കുറവാണ്. ഇപ്പോഴും കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ സിനിമയിൽ വലിയ ബ്രാൻഡായിട്ടില്ല. സിനിമയിൽ ജനങ്ങളല്ല എന്നെ അറിയുന്നത്. സിനിമാക്കാർക്ക് നമുക്ക് ഒരു ബ്രാൻഡല്ല. സിനിമയിൽ ഒരു ടൂളായിട്ടില്ല ഞാൻ. സിനിമയിലെ ടൂളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമക്ക് ഒരു സദ്യ വിളമ്പിക്കാൻ വേണ്ടി സാധനങ്ങൾ ആ സദ്യയിൽ ഒരു അച്ചാറെങ്കിലും ആയിക്കഴിഞ്ഞാലാണ് എനിക്ക്
പൈസ അവരോട് ചോദിക്കാൻ പറ്റും, എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ എല്ലായിടത്തുനിന്നും ഉദ്ഘാടനത്തിനൊക്കെ പൈസ തന്നിട്ട് സിനിമയിൽ പോകാൻ നേരത്തെ നിസ്സാര പൈസക്ക് അഭിനയിക്കാൻ നേരത്തെ നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു. അതുകൊണ്ടാണ് സിനിമയിൽ പോകാത്തത്. അതുമല്ല, നമ്മളെ സിനിമയിൽ കാശ് തരാതെ പറ്റിക്കുന്ന പരിപാടിയുണ്ട്. ഞാനൊരു കൊച്ചിക്കാരനായിട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറും പൈസ കിട്ടിയില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ ദേഷ്യം അവരോട് അധികം കാണിച്ചിട്ടില്ല. പണിയെടുത്താൽ പൈസ കിട്ടണം, പണിയെടുത്ത പൈസ മാത്രം കിട്ടിയാൽ മതി. എനിക്ക് ലക്ഷങ്ങളൊന്നും സിനിമയിൽ കിട്ടാറില്ല. എനിക്ക് ഇത്ര പൈസ പറഞ്ഞാൽ ആ പൈസ എങ്ങനെ എനിക്ക് തന്നെ. അപ്പോൾ മറ്റുള്ള ആൾക്കാർ പറഞ്ഞാൽ നീ എന്തെങ്കിലും ആയിട്ട് വേണ്ടേ സിനിമയിൽ പൈസ ആയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു ബ്രാൻഡാണ്. ഞാനൊരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് ബോയ്സിന് ഉദാഹരണമാണത്. ഈ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. 14 ജില്ലയിൽ നിന്നും നമുക്ക് ആളെ കയറ്റാൻ പറ്റും. ആളെ കയറ്റാൻ പറ്റും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടമുള്ള. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് പറയുന്നത് ഞാൻ അഭിനയിച്ച പടമാണ് കാണണമെന്ന് പറയണമെങ്കിൽ, അങ്ങനെ ഞാൻ അഭിനയിച്ച പടത്തിന് അങ്ങനെ ആളെ കയറ്റിയിട്ടുണ്ട്. ഞാൻ മേടിച്ച പൈസ ചിലപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ മേടിക്കുന്ന സിനിമയിൽ നിന്നാണെങ്കിൽ ഞാൻ 5 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് അത്രയും ടിക്കറ്റ് ആൾക്കാരെ കയറ്റാറെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് ആൾക്കാരെ കയറ്റുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ സിനിമയുണ്ടെന്ന് പറയുമ്പോൾ കാണാൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും പ്രൊഡ്യൂസറിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. സിനിമ അഭിനയിച്ചു കഴിഞ്ഞാലും ഞാൻ അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടെ തന്നെ നിൽക്കും. സിനിമ കാണുന്ന ആൾക്കാരല്ലേ നമ്മുടെ ഫോളോവേഴ്സ്. അതെ. അമ്മച്ചിക്ക് മോൻ അഭിനയിച്ചില്ല ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിനിമയുണ്ടോ? പാണ്ടിപ്പട അമ്മച്ചി കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ പാണ്ടിപ്പടയിൽ. അതിലൊരു കഥയുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് അഭിനയിച്ച പാണ്ടിപ്പടയിൽ 40 ദിവസം പോയി പാണ്ടിപ്പടയിൽ അഭിനയിച്ച് ടൈലിന്റെ പണിയെടുക്കുന്ന കാലത്ത്. ഉടുമ്പൽപേട്ടയിലാണ് ഷൂട്ട് ഉണ്ടായത്. ഡയലോഗൊക്കെ കിട്ടി എനിക്ക്. ഒരു പിന്നീട് നാട്ടിലൊക്കെ വന്ന് എല്ലാവരോടും പറഞ്ഞ് പാണ്ടിപ്പട ഇറങ്ങുമ്പോൾ എല്ലാവരും മഞ്ഞം. അപ്പോൾ ഞാൻ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു 18 സീനുണ്ട് പടത്തിൽ. അമ്മച്ചി അടക്കം ഞങ്ങൾ പണിക്കാരും ഞങ്ങളുടെ നാട്ടുകാരും മുഴുവനും ഞങ്ങളുടെ EVM തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടി ഇന്റർവ്യൂലായി പടത്തിന്. എന്നെ കാണിക്കുന്നില്ല പടത്തിൽ. ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോൾ മിഞ്ഞിപ്പോയി ഞാൻ. റിമോട്ടിൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ സില്ലടിച്ച് കാണിച്ചു കൊടുത്താണ്. അതായത് ഞാൻ അഭിനയിച്ച ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് പോവുകയും അത് 4.5 മണിക്കൂറുണ്ടായി ആ പടം. അത് തിയേറ്ററിൽ വന്നപ്പോൾ 2.5 മണിക്കൂറായിട്ട് തിരിച്ച് വയ്ക്കിയപ്പോൾ എൻ്റെ ഭാഗങ്ങൾ കുറച്ചേ ഉണ്ടായുള്ളൂ. അന്ന് ഞാൻ ദിലീപേട്ടൻ ഗസ്റ്റായിട്ട് ഞങ്ങൾ സ്റ്റാർ മാജിക്ക് വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇങ്ങനെ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്ന ദിലീപേട്ടനോട് പറഞ്ഞു. പക്ഷെ ശ്രദ്ധിച്ച് നോക്കണമെന്ന് പുള്ളി പറയാം. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞ ആള് ഇന്ന് എവിടെ നിൽക്കണമെന്ന് എന്നോട് ദിലീപേട്ടൻ പറഞ്ഞു. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരാളായി മാറിയില്ലേ. അന്ന് ആൾക്കാരുടെ കൂട്ടത്തിൽ അഭിനയിച്ചാണെങ്കിലും നിങ്ങളുടെ പ്രയത്നം കൊണ്ടാണ്. നിങ്ങളെനിക്കറിയാം, നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ ആൾക്കാർ അറിയുന്ന ഒരു ബിനീഷ് ബാസിനായെന്ന് ദിലീപേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിടക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നപ്പോൾ. അന്ന് തിയേറ്ററിൽ എല്ലാവരും പോയി സങ്കടമായോ? കാണാൻ പറ്റാത്തതിൽ കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ, അപ്പൊ വിഷമായോ? അമ്മച്ചി പറയുവേ കാണുമ്പോ നിനക്ക് എന്താണ് മുന്നിൽ വന്നാൽ എന്താ അവര് പുറകെ പോയി കാണാൻ. കുറെ സിനിമകൾ അമ്മച്ചി തന്നെ പറയും TV കാണുമ്പോ, നീ എന്താണ് പുറകെ പോയിരിക്കണം, നീ ഇത്ര സ്ഥലം നിന്നിട്ട് നീ മുന്നിൽ പോയി നിൽക്കാത്തത്. പിന്നെ ഒരു പടം പോയി കണ്ട് മരുമോനും മകളുമായിട്ടൊക്കെ അന്ന് പിന്നെ നല്ലപോലെ കണ്ട് എന്ത് പടം? അത് ഏഞ്ചൽ ജോൺ എന്ന് പറഞ്ഞ പടമാണ്. അതില് ഭയങ്കര നല്ല വില്ലനായിട്ട് ലാലേട്ടന്റെ കൂടെ എനിക്കൊരു ഒരു 10 മിനിറ്റോളം തന്നെ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര ശരിക്കും അമ്മച്ചി ഒരു നടനായിട്ട് അക്സെപ്റ്റ് ചെയ്തോ? ഈ പറഞ്ഞ പോലെ എന്റെ മകൻ സിനിമ നടനൊക്കെയാ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ? ഒരിക്കലും ഇല്ല. ഇല്ല അല്ലേ? ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നല്ല വേഷം ചെയ്യണമെന്നുള്ള. ശരിക്കും കഴിവ് അതിനൊരു ഇതാണ്. നമ്മൾ ഭയങ്കര കഴിവുള്ള മനുഷ്യനൊന്നുമല്ല, ഒരു പരിധിയുണ്ട് എനിക്ക്. ശരിക്കും എല്ലാവരും ഭയങ്കര കഴിവുകളോടുകൂടി കയറി വന്നല്ല. ലാലേട്ടനാണെങ്കിലും എല്ലാ എക്സ്പീരിയൻസിലൂടെയാണ് ഒരു ആക്ടറായി ആക്കണത്. എനിക്ക് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ എനിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ നായകനായിട്ടൊക്കെ ഇപ്പോഴും കഥ എഴുതി പ്രൊഡ്യൂസർമാരൊക്കെ വരുന്നുണ്ട്. ഞാൻ ചെയ്യൂല. ഞാൻ എന്താ വിചാരിച്ചെങ്ങനെയെന്ന് അറിയാമോ, നമ്മളെ ചിലപ്പോൾ 50 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പടം എന്നെ വെച്ചാൽ ചെയ്യണം. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ അഭിനയിക്കുന്ന പടത്തിന് 50 ലക്ഷം രൂപ കിട്ടുമെന്ന്. ആ കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ് ഞാൻ പ്രൊഡ്യൂസറിൻ്റെ പൈസ കൊണ്ട് പോകുള്ളൂ. ചിലപ്പോൾ 1 കോടി രൂപ നമുക്ക് കൊണ്ട് മുടക്കിയിട്ട് ഞാൻ കാരണം ആ പൈസ പോയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര മോശമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റും കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിലാണെങ്കിൽ ചെയ്യാം. എനിക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട് നായകനായിട്ടൊക്കെ അഭിനയിക്കാനായിട്ട്. പക്ഷേ ഞാൻ കഥയൊക്കെ ആയിട്ട് കഴിയുമ്പോൾ ഞാനത് ചെയ്യാനുണ്ട്.